ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 2. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് പുറപ്പാട് പുസ്തകം 38-ാമത്തെ അധ്യായമാണ്. സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. രസകരമായിരിക്കുന്ന ഒരു നിരീക്ഷണം ഈ അധ്യായത്തിൽ നിന്ന് നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവാലയത്തിന് പണിക്കായിട്ട് ഓരോരുത്തരും അവരവർക്ക് നൽകാവുന്നത് കൊടുത്തു. ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതായിരിക്കുന്ന ഒരൈറ്റമാണ് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകൾ നൽകിയ അവരുടെ മുഖം നോക്കുവാൻ ഉപയോഗിച്ചിരുന്ന ദർപ്പണം. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സ്വയം സമർപ്പിച്ചതായിരിക്കുന്ന സ്ത്രീകൾ അവർ പറഞ്ഞു, നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുഖം നോക്കി മുടിയൊക്കെ ചെയ്യുകയും നമ്മുടെ മുഖത്ത് സുഗന്ധവർഗ്ഗങ്ങളൊക്കെ തേച്ച് പൗഡറുമൊക്കെ ഇട്ട് മിനുക്കി നമ്മൾ സുന്ദരികളാകാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കണ്ണാടി ഉണ്ടല്ലോ, നമുക്ക് ഈ കണ്ണാടി ദൈവാലയത്തിലെ താമ്രത്തൊട്ടി ഉണ്ടാക്കാനായിട്ട് കൊടുക്കാമെന്നവർ പറഞ്ഞു. ഒരു സ്ത്രീക്ക് കണ്ണാടി എത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഓരോ മുറികളിൽ വാർഡ്രോബ് ഇടുന്ന മുറികൾ, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഇടുന്ന മുറികൾ, ഇങ്ങനെ മുറികൾ തന്നെ വീടുകൾക്കുണ്ട്. അവിടെയൊക്കെ പുറവും മുഖവും ഫ്രണ്ടും ബാക്കും ഒരു സമയത്ത് കാണത്തക്ക നിലയിൽ അഡ്ജസ്റ്റ് ചെയ്തതായിരിക്കുന്ന അനേക കണ്ണാടികൾ അതിൻ്റെ നിരക്കൊക്കെ നിന്നാണ് അങ്ങനെ ആളുകൾ തങ്ങളെ തന്നെ മിനുക്കുകയും മെച്ചമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് കണ്ണാടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നാം ഓർക്കണം, സമാഗമന കൂടാരം പണിതതായിരിക്കുന്ന 1400-കളിൽ അന്ന് കണ്ണാടിയൊക്കെ വളരെ വിരളമായിരുന്നു. വളരെ താമ്രമൊക്കെ വളരെ മിനുക്കി ആർമള കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ വളരെ വിലയേറിയതായി വളരെ സമയം ചെലവഴിച്ച് ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന കണ്ണാടികളാണുള്ളത്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവർക്ക് ഇല്ലാതെ ഇരിക്കുവാൻ കഴിയാത്ത ഒരു സാധനമാണ് ഒരു കണ്ണാടി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവാലയ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്ന സ്ത്രീകളൊരു തീരുമാനമെടുത്തു, നമ്മൾക്ക് നമ്മുടെ മുഖം മിനുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടികൾ നമുക്ക് ദൈവാലയത്തിൽ വരുന്ന ആരാധകർക്ക്, പ്രത്യേകിച്ച് പുരോഹിതന്മാർക്ക് യാഗമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലും കാലിലും ഒക്കെ രക്തമൊക്കെ ആകുമ്പോൾ അതൊക്കെ കഴുകിക്കളയാനായിട്ട് വെള്ളം ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു താമ്രത്തൊട്ടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാകാരത്തിൽ താമ്രത്തൊട്ടിയുണ്ട് യാഗപീഠത്തിൻ്റെ അടുത്ത് തന്നെ. ആ താമ്രത്തൊട്ടിയുടെ അകവശം അത് പൊതിയാനായിട്ട് നമുക്ക് ഈ കണ്ണാടി ദർപ്പണങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദർപ്പണങ്ങൾ കൊണ്ടാണ് അവരെ താമ്രത്തൊട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ രസകരമായ കാര്യം എന്താണ്, ആ ദർപ്പണങ്ങൾ കൊണ്ടുണ്ടാക്കിയ താമ്രത്തൊട്ടിയിലെ വെള്ളത്തിൻ്റെ അരികിൽ അവിടെ പോയി നിൽക്കുമ്പോൾ അവർ കാണുന്നത് എന്താണ്? ഓരോ ആരാധകനും അതിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖമാണ് കാണുന്നത്. അതുവരെ ആ കണ്ണാടികൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ മുഖമാണ്, അതിൻ്റെ ഉടമയായിരുന്ന സ്ത്രീയുടെ മുഖമാണ് അതിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് ആരാധകരുടെ മുഖമാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ മുഖത്തെ മിനുക്കുവാൻ ഉപയോഗിച്ചതായിരിക്കുന്ന വസ്തു ആരാധകരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ദർപ്പണത്തിൻ്റെ വില ദൈവസന്നിധിയിൽ എത്രയധികം വർദ്ധിച്ചു. എൻ്റെ ബാഹ്യമായ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു അതൊരാൾക്ക് നൽകുകയും അതിൻ്റെ ഫലമായിട്ട് ആളിൻ്റെ ആന്തരികമായിരിക്കുന്ന സൗന്ദര്യം വർദ്ധിക്കുവാനിടയാവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എത്ര മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ താമ്രത്തൊട്ടി ഇസ്രായേലിലെ ജനത്തിൻ്റെ ഇടയിൽ വളരെ വിലയേറിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമാണ്. ശുദ്ധീകരണത്തിനുള്ള വെള്ളമാണ് അതിന് സൂക്ഷിച്ചത്. പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ കൈകാലുകൾ അതിൽ കഴുകേണ്ടിയിരുന്നു. അതിനുള്ള തൊട്ടി പണിയാൻ വേണ്ടിയാണ് ഈ സ്ത്രീകൾ തങ്ങളുടെ മുഖം നോക്കുവാൻ ഉപയോഗിച്ചതായിരിക്കുന്ന കണ്ണാടി നൽകിയത്. അപ്പോൾ ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന താമ്രത്തൊട്ടി നിർമ്മിക്കുവാൻ തക്കവണ്ണം അത് വ്യക്തിപരമായി മുഖം മിനുസപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ചതായിരിക്കുന്ന കണ്ണാടി നൽകിയപ്പോൾ അതിൻ്റെ ഉപയോഗവും അതിൻ്റെ വിലയും എത്രയധികം വർദ്ധിച്ചു എന്ന് പറയേണ്ടത് ഇല്ലല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കുന്ന ദാനങ്ങൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം ദാനം ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും എത്ര വലിയ നേട്ടങ്ങളാണ് അതുണ്ടാകുന്നത്. ഒരുപക്ഷേ നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാം വെച്ചിരുന്നതായിരിക്കുന്ന പണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എത്ര ആത്മാക്കളാണ് അതുകൊണ്ട് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാനിടയാകുന്നത്? എത്ര പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ് ഒരുപക്ഷേ അതുകൊണ്ട് നേടുന്നത്? എത്ര പാവപ്പെട്ട കുടുംബങ്ങൾ അവരുടെ മക്കളുടെ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി അത് ഉപയോഗിക്കപ്പെടുന്നു? എത്ര ആളുകൾ അവരുടെ ക്യാൻസർ രോഗത്തിന്, അവരുടെ കിഡ്നി രോഗത്തിനൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കപ്പെടുന്നു? പലപ്പോഴും നാം അറിയുന്നില്ല. നമ്മുടെ മുഖം മിനുക്കുവാനായിട്ട് നാം ഉപയോഗിക്കുന്ന, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രം നാം
ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അനേകരുടെ അനുഗ്രഹത്തിനത് മുഖാന്തരമായിട്ട് തീരുന്നു. അതൊരു മഹത്തായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നത് ത്യാഗപൂർണമായിരിക്കുന്ന നൽകലാണ്, വളരെ ത്യാഗപൂർണമായ നൽകലാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ മുഖം നന്നായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവൾ രാവിലെ എഴുന്നേറ്റ് വന്ന് അവളുടെ മുടി നോക്കി, മുഖം നോക്കി, മുടിയൊക്കെ ഒതുക്കി, മുഖമൊക്കെ കഴുകി, അവളുടെ സൗന്ദര്യത്തിൻ്റെ വർധനവിന് വേണ്ടി ഉപയുക്തമായിരിക്കുന്ന ആ കണ്ണാടി അവളത് ഔദാര്യമായി ദൈവാലയത്തിലെ താമ്രത്തൊട്ടിയുടെ പണിക്ക് വേണ്ടി നൽകിയപ്പോൾ അവൾ വലിയ ഒരു സംഭാവനയാണ് നൽകിയത്. അവളുടെ മുഖം മാത്രം കാണുന്ന ഒന്നായിട്ടല്ല, ഇനി അനേകരുടെ മുഖത്തെ മിനുക്കുവാൻ കഴിയുന്ന, അനേക പുരോഹിതന്മാരുടെ കാലുകളെ ശുദ്ധീകരിക്കുന്ന, വെള്ളം വെക്കുന്നതായിരിക്കുന്ന ഒരു പാത്രമായിട്ട് അത് തീർന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. നാം ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്ക് വേണ്ടി നൽകുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യത്തിന് പകരം നാം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നൽകുമ്പോൾ അനേകരുടെ അനുഗ്രഹത്തിനത് മുഖാന്തരമായി തീരുന്നു. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ, ത്യാഗപൂർവം അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനും ദൈവാലയത്തിലെ വേലയ്ക്കത് സഹായകരമായി തീരേണ്ടതിനും വേണ്ടി നാം കൊടുക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുകയും നമുക്കൊരു കുറവും കൂടാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ.